ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സിംഗിൾ അടുപ്പാണ് നിർമ്മിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടുപ്പാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിംഗിൾ അടുപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്യലുണ്ട്, ഈ സിംഗിൾ അടുപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ, അടുക്കളയിൽ തീരെ സ്പേസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറയലുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി അടുപ്പാണ്. 4 ടൈൽസും പിന്നെ കോൺക്രീറ്റ് മിക്സ് ആക്കിയിട്ടുമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. പിന്നെ പൈപ്പിൻ്റെ പീസാണ് നമ്മൾ പോക്കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ വീട്ടിലൊക്കെ ഒന്ന് ഉഷാറായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു 3 ഇഞ്ച് വീതി 4 ഇഞ്ച് വീതിക്കൊക്കെ ഉള്ള ഒരു പൈപ്പ് കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2 ഇഞ്ച് വീതിയുടെ പൈപ്പാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ പുക ഇല്ലാതെ തന്നെ നമുക്ക് സിംഗിളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഈ അടുപ്പ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടൈൽസും കോൺക്രീറ്റും മിക്സ് ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ടൈൽസ് കുറച്ച് കട്ട് ചെയ്യാനൊക്കെ ഉണ്ട്, അത് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാം. നമ്മൾ എടുത്തിട്ടുള്ളത് ഒരടിയുടെ ടൈലാണ്. അപ്പോൾ ഈ ഒരു ടൈലുമ്പോൾ നമ്മൾ വിറക് വെക്കാനുള്ള വായു ക്ലിയർ ആക്കാണ്ട്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്യാം. അത്യാവശ്യം വലുപ്പത്തിൽ നമ്മൾ വായു വരഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇനി ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ വായു ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പത്തിൽ തന്നെ വായു കട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ആക്കിയിട്ടാണ് നമ്മൾ അടുപ്പുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. അടുപ്പിൻ്റെ അടിഭാഗം ക്ലിയർ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ടൈൽസ് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു പേപ്പർ വെച്ച് സെറ്റ് ചെയ്തേക്കാണ്. നമുക്ക് ആദ്യം 4 പുറം ഓരോ സ്റ്റേ വെക്കാം. നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം ക്ലിയർ ചെയ്ത് വെക്കാം. ഈ ഏറ്റവും ഉയരം കൂടിയ ഭാഗം മേൽക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ടൈൽസ് സെറ്റ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് നിറക്കണം. അതേപോലെ തന്നെ നമ്മൾ റൗണ്ട് ക്ലിയർ ചെയ്യാണ്ട് വായും ഭാഗമൊക്കെ ക്ലിയർ ചെയ്യാണ്ട് ബേബി മെറ്റലും സിമെൻറ്റും എംസാൻഡും നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ലൂസ് ആക്കിയിട്ടാണ് നമ്മൾ അതിലിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വെള്ളം പാർന്ന് മിക്സ് ആക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കാം. നമ്മളെ കോൺക്രീറ്റ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ ടൈൽസിനൊക്കെ കുറച്ച് വെള്ളം നനച്ചു കൊടുക്കുക. ഈ മിക്സ് ആക്കിയ കോൺക്രീറ്റ് ആദ്യം അടിയിലൊരു ഇഷ്ടിച്ചൊരു 1.25 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്യുക. താഴ്ഭാഗത്തിട്ടോ ഓവർ കനം വേണ്ട. അപ്പോൾ നമുക്ക് തീരെ കുഴി കിട്ടില്ല. കാരണം നമ്മളെ ടൈൽസ് ആകെ 12 ഇഞ്ചുള്ളൂ. അത് ഒരടിയുടെ ടൈലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഓവർ ഇതാക്കി കഴിഞ്ഞാൽ നമ്മൾ അടുപ്പ് തീരെ കുഴി ഉണ്ടാവില്ല. ഭാഗത്ത് കോൺക്രീറ്റ് 1 ഇഞ്ചിൻ്റെ മേലേക്ക് ഇട്ടിട്ടുണ്ട്. സിമെൻറ്റ് പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്താ വെച്ചാൽ വലിയ നമുക്ക് ഇതിൻ്റെ ഒരു ഉള്ളിൽ ഞാൻ പോക്കോലിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഫിനിഷിങ്ങും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ വല്ല ബക്കറ്റ് എന്തെങ്കിലും ഇറക്കി വെച്ച് കഴിഞ്ഞാലും വൃത്തിയാവും. ഞാൻ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് പോക്കോലിൻ്റെ പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് വെച്ചിട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഈ ബക്കറ്റൊക്കെ ഇറക്കി വെച്ച് 4 പുറം കോൺക്രീറ്റ് ചെയ്തിട്ട് ബക്കറ്റ് പൊന്തിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് കിട്ടും. ഇനി ഇതുപോലത്തെ ഒരു പോക്കോയിൽ കറക്റ്റ് ഇറക്കി വെക്കുക. ഇത് നമ്മളെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു പോക്കോയിൽ കൊടുക്കാനുള്ള സ്പേസ് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇതിൻ്റെ പോക്കോയിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള സ്പേസ് ഗ്യാപ്പ് വിടണം. പിന്നെ ഇനി ഇത് കറക്റ്റ് ക്ലിയർ ചെയ്തിട്ട് മാർക്ക് ചെയ്യുക. ഇതിനൊപ്പം കട്ട് ചെയ്യാനാണ്. നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗവും കറക്റ്റ് ക്ലിയർ ചെയ്ത് കട്ട് ചെയ്യുക. വിറക് വെക്കുന്ന ഭാഗം ആ ഒരു ഭാഗം കട്ട് ചെയ്യാം. ഈ ഒരു ബാക്കിൽ നമുക്ക് പുക പോകാനുള്ളൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. അഥവാ വരച്ചതിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് താഴത്തേക്കാണ് ഞാൻ വരച്ചിട്ടുള്ളത്. മേലേക്ക് വരയ്ക്കരുത്, കാരണം നമ്മളെ എയറൊക്കെ നന്നായിട്ട് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്താണ് മാർക്കുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു വിറക് വെക്കുന്ന ഭാഗവും കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ നേരത്തെ മാർക്ക് ചെയ്തിരുന്നു, അതും കൂടെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാം. നമ്മൾ പുക പോകാനുള്ള ഭാഗം കട്ട് ചെയ്തു, ഈ വായു ഭാഗം കട്ട് ചെയ്തിട്ട് ഇനി ഇതിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ 4 പുറം കോൺക്രീറ്റ് ചെയ്യാം. ഇത് നമുക്ക് കറക്റ്റ് ഇറക്കി വെക്കുക.
പരമാവധി സെൻറ്റർ നോക്കട്ടോ. പരമാവധി എല്ലാ അതിൻ്റെയും സെൻറ്റർ ക്ലിയർ ചെയ്യുക. ഭാഗത്താണ് കറക്റ്റ് ബാക്കിലാണ് നമ്മൾ പുക പോകാനുള്ള ഭാഗം ക്ലിയർ ആക്കിയിട്ടുള്ളത്. നമുക്ക് 4 പുറം കോൺക്രീറ്റ് ചെയ്യാം. നമ്മൾ കോൺക്രീറ്റ് ഇട്ടത് ആ ടൈൽസ് കട്ട് ചെയ്തതിൻ്റെ ഒപ്പമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 ഇഷ്ടിക ക്രോസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഞാൻ കട്ട് ചെയ്ത റൗണ്ടിൻ്റെ ആ ഭാഗത്തേക്ക് ക്രോസ് ചെയ്ത് വെച്ച് കൊടുക്കുക 2 സൈഡിലും കേട്ടോ. അങ്ങോട്ടൊന്ന് താത്തി കൊടുക്കുക. അഥവാ നമ്മളതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. 2 ഭാഗത്തും ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കോൺക്രീറ്റും കൂടെ അതിൽ നിറച്ച് കൊടുക്കാം. ഇഷ്ടികയുടെ ടോപ്പ് എത്തുന്ന വരെ നിറച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ടൈൽസ് പീസ് വെച്ചിട്ട് ഈ ഒരു ടോപ്പ് കവർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ മേലെ ഫുൾ കോൺക്രീറ്റ് ചെയ്ത് ഫില്ലാക്കുക. നമ്മളെ ഈ ഒരു ഇഷ്ടികയുടെ ഹൈറ്റ് വരെ കോൺക്രീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്കവിടെ ഒരു തട വെക്കണം. കാരണം അടിക്ക് കോൺക്രീറ്റ് പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി കോൺക്രീറ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു ഭാഗത്ത് വെക്കാൻ ഇതുപോലെ റൗണ്ട് ചെയ്ത് ഒരു ടൈൽസ് ഉണ്ട്. അത് ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക. കറക്റ്റ് വെച്ച് കൊടുക്കുക. കാരണം അടിക്ക് കോൺക്രീറ്റ് ഒരു കാരണവശാലും ഇറങ്ങി പോകരുത്. അപ്പോൾ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത് വെച്ച് കൊടുക്കുക. ആ കോൺക്രീറ്റ് വീണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കത്തെ ഇതിൻ്റെ ഒപ്പം ഫില്ലാക്കി കൊടുക്കട്ടെ. പുക പോണ ആ ഭാഗം വരെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളെ പോക്കോയിൽ സെറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതുപോലത്തെ 2 ചെറിയ പീസ് എടുക്കുക. ഈ ഒരു ഭാഗത്ത് കൊള്ളണമല്ലോ അയാൾക്ക്. ഇത് ഇറക്കി വെച്ച് കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ പോക്കോയിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു ഭാഗത്ത് കൂടെ ആയിട്ട് നമ്മളെ പോക്കോയിൽ പോവുക. അപ്പോൾ ഇതേപോലെ 2 പീസ് ക്ലിയർ ആക്കിയിട്ട് ആ ഭാഗത്ത് വെച്ച് കൊടുക്കുക. ഈ 2 ടൈൽസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ ഒപ്പമായി കഴിഞ്ഞാൽ അടുത്ത് ഒഴിവാക്കും. അതിന് ശേഷമാണ് അതിൻ്റെ മേലെ നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഭാഗം കൂടെ കോൺക്രീറ്റ് ചെയ്ത് ഫില്ലാക്കുക. നമ്മൾ ആ ഒരു ഭാഗം വരെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോക്കോയിൽ വെക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ പോക്കോയിൽ കേട്ടോ. ഇത് 2 ഇഞ്ച് കഷ്ടിച്ച് 2 ഇഞ്ച് ഹോളിൽ നമ്മളൊരു പൈപ്പ് എടുത്തുള്ള ഇരുമ്പിൻ്റെ പൈപ്പാണ്. അപ്പോൾ ഇതാണിപ്പോൾ വെക്കണത്. ഈ ഒരു ഭാഗത്ത് ക്ലിയർ ചെയ്ത് വെക്കുക ചെയ്യാം. നമുക്ക് ആദ്യം കോയിൽ വെക്കുന്നതിൻ്റെ മുമ്പേ ഇതുപോലൊരു ടൈൽ എടുക്കുക. ഒരിടറെ ഇത് ഇങ്ങോട്ട് കറക്റ്റ് റൗണ്ടായി കട്ട് ചെയ്യണം. എന്നാൽ നമുക്ക് ഇത് കറക്റ്റാണ് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് ഈ റൗണ്ട് കട്ട് ചെയ്യുക. പിന്നെ കോയിൽ വെച്ചിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാലും സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ റൗണ്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഉള്ളിൽ കൂടെ കറക്റ്റ് റൗണ്ട് ചെയ്താൽ മതി. എന്നാൽ കറക്റ്റ് റൗണ്ട് കിട്ടും. മഞ്ഞ ലൈനിൽ കറക്റ്റ് റൗണ്ട് കാണാം. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്കാണ് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുക. അപ്പോൾ ആ ഒരു കറക്റ്റ് റൗണ്ടിൽ ഞാൻ പോക്കോളിൻ്റെ കറക്റ്റ് റൗണ്ടിലൊരു ചെറിയ ടൈൽസ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് സിമെൻറ്റ് ഉള്ളിൽ ഒഴിഞ്ഞാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ പോക്കോയിൽ സെറ്റ് ചെയ്യാം. ഈ റൗണ്ടാക്കിയത് ക്ലിയർ ആയിട്ട് ഈ ഒരു ഭാഗം ഉള്ളിൽ കയറുന്ന മാതിരി ലെവൽക്ക് കട്ട് ചെയ്യുക. സ്ക്വയറായിട്ട് കട്ട് ചെയ്താൽ മതി. അത് ക്ലിയറായി കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ നേരെ ഈ ടൈൽസ് തന്നെ ഒട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഈ 4 ഭാഗവും എല്ലാ ഭാഗവും ഫുൾ ടൈൽസ് ആവും ചെയ്തു. നല്ല വൃത്തിയാവും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ പോക്കോയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യലും ഇനി ഇതിൻ്റെ അടിയിൽ നല്ല നമ്മളെ വെറും ഗ്രൗട്ട് മാത്രം സെറ്റാക്കിയിട്ട് മെല്ലെ അയക്കൾ ഇറക്കി വെക്കുക ചെയ്യുക. ഭാഗത്തും ടൈലാവും ചെയ്തു. അടുപ്പ് വൃത്തിയുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുക. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഗ്രൗട്ടാക്കി കൊടുക്കുക. അപ്പോൾ ഗ്രൗട്ടായിട്ടുണ്ട്. നമുക്കിതുമ്മ ക്ലിയർ ചെയ്ത് അവിടെ ഒട്ടിക്കാം. എല്ലാ ഭാഗവും ക്ലിയർ ചെയ്ത് ഫിനിഷിങ് ആക്കി കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ ചാടുകയുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ എടുത്ത് ഒഴിവാക്കുക. വെറും ഗ്രൗട്ട് ഈ വക്കത്തൊക്കെ ആക്കി കൊടുക്കുക. നമ്മൾ അടുപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇപ്പോൾ ഉണങ്ങിയതിന് ശേഷം നമുക്ക് കത്തിച്ച് വെക്കാം. പിന്നെ ഇത് 4 പുറം ഇത് കൊടുത്തിട്ടുണ്ട്. കാരണം ഫുള്ള് കോൺക്രീറ്റ് ആണ്. തള്ളായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 4 പുറം താബൂക്ക് വെച്ചിട്ടുണ്ട്.
എന്നാലും ചെറിയ ലെവൽക്കൊക്കെ തള്ളിയിട്ടുണ്ട്. അതാണ് ഇനി ഈ മേലത്തെ ടൈൽസ് ഒട്ടിച്ചാൽ മേലെ ചെറിയ ഗ്യാപ്പ് അറിയാം. അത് കണ്ടാൽ ഇറങ്ങിയതിന് ശേഷം പോയിന്റ് ഇത് ക്ലിയർ ആക്കിയിട്ട് നമുക്കിത് കത്തിച്ച് നോക്കാം. ഇത് എന്തായാലും 2 ദിവസം കഴിഞ്ഞതിന് ശേഷമേ നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് നന്നായിട്ട് ഉണങ്ങട്ടെ. നമ്മളെ അടുപ്പ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. 2 ദിവസം നന്നായിട്ട് വെള്ളമൊക്കെ പറന്ന് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പൊന്ന് കത്തിക്കാം. അപ്പോൾ അതിനെ കുറച്ച് വർക്കൊക്കെ കൊടുന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് കത്തിച്ച് നോക്കാം. സ്റ്റീലിൻ്റെ ഉടുക്കൽ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളത്. അടുപ്പ് കത്തിക്കുമ്പോൾ ആദ്യം നമ്മൾ അടുപ്പിൻ്റെ മുകളിൽ അല്ല പാത്രങ്ങളോ വെച്ചിട്ട് വേണം നമ്മൾ അടുപ്പ് ആദ്യം കത്തിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ആ കത്തുമ്പോഴുള്ള ആ തുടക്കത്തിൽ കത്തിക്കുമ്പോഴുള്ള പുകയൊക്കെ വീടിൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ അടുപ്പ് കത്തിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പാത്രങ്ങളൊക്കെ വെച്ചതിന് ശേഷം മാത്രം കത്തിക്കുക. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ പുക ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ അടുപ്പൊന്ന് കത്തിച്ച് നോക്കാം. അത് ഞാൻ ഒരു പേപ്പർ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം അതിൻ്റെ മേലെ പോക്കോലിൻ്റെ ഉള്ളിൽ കൂടെ പുക പോണത്. അടുപ്പിൻ്റെ ഉള്ളിൽ നന്നായിട്ട് കത്തുണ്ട്. അടുപ്പ് അടിപൊളി കേട്ടോ, യാതൊരു കുഴപ്പമില്ല. വെള്ളമൊക്കെ ചൂടായി തുടങ്ങിട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നിർമ്മിക്കാൻ പറ്റിയൊരു അടുപ്പാണ്. അത് വെറും 5 ടൈലാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ചുരുങ്ങിയ ചിലവിൽ തന്നെ നമുക്ക് ഈ അടുപ്പ് നിർമ്മിക്കാം. വെള്ളം ചൂടായിട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് അടുപ്പുകളുടെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.